ഹായ്, ഹലോ, നമസ്കാരം. ഇടയ്ക്ക് മാത്രം ചാനലിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ ഫീഡിലേക്ക് വരികയും എനിക്ക് മനുഷ്യർ അയച്ചു തരികയും ചെയ്ത ഒരു വീഡിയോയെക്കുറിച്ച് ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് കരുതി. അതിനാൽ മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് നാളായിട്ട് വീഡിയോ ഒക്കെ ഒന്ന് നിർത്തി വെച്ചേക്കുകയായിരുന്നു. പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എഡിറ്റഡ് ഒന്നുമല്ല, അതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ ആ പറഞ്ഞ വീഡിയോയിലേക്ക് പോവാം. ഈ പറയുന്ന സ്ത്രീയോട് എല്ലാ തരത്തിലുള്ള ആദരവും നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. സ്ത്രീ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് ഒരിക്കലും ഒരു പുതിയ വേർഡും കാര്യങ്ങളും ഒന്നുമല്ല. പണ്ടൊക്കെ ഉണ്ടല്ലോ, മനുഷ്യരെ ഈ പറയുന്ന മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കണ്ടാൽ എന്തോ വലിയ അപരാധമായി കണക്കാക്കിയ ഒരു സാമൂഹ്യ സാഹചര്യമായിരുന്നു നിലവിലിരുന്നത്. പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മനുഷ്യർ ഇതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും നീണ്ട ചർച്ചകൾ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന വാക്കുകളൊക്കെ വളരെ നോർമലൈസ് ആയത്. അതുകൊണ്ടാണ് താങ്കളുടെ ശ്രദ്ധയിലും ഈ പറയുന്ന വാക്കുകൾ കടന്നു വന്നത്. അത് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിത്തെറിച്ചതോ പൊട്ടിയുണ്ടായതോ ഒന്നുമല്ല. അത് കാലാകാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന വാക്കുകൾ ആൾക്കാരുടെ നിരന്തര കമ്മ്യൂണിക്കേഷന്റെ ഫലമായിട്ട് എല്ലാവരിലും എത്തിച്ചേർന്നാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പണ്ടത്തെ വട്ട് തന്നെ ഇപ്പോഴത്തെ ഡിപ്രഷൻ. കുറച്ച് ആൾക്കാരോട് വേണം നിരന്തരം നമ്മൾ പറയുന്ന ഒരു സാധനമാണ്, അവന് ഭ്രാന്താണ്, അവൾക്ക് വട്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ നീ പോയി ഉളംപറയെ പോയി കിടക്ക്, നീ പോയി കുതിരവട്ടത്ത് കിടക്ക് എന്നൊക്കെയുള്ള സാധനങ്ങൾ. ഈ പറയുന്ന മെൻ്റൽ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യർക്കും റൈറ്റ്സ് ഉണ്ട്. കാരണം ഈ പറയുന്ന മെൻ്റൽ ഹെൽത്ത് ആക്ട് അനുസരിച്ചിട്ട് നമ്മൾ ഒരു ആളും വേറൊരാളെ കുറിച്ച് വട്ടാണോ ഭ്രാന്താണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമാണോ എന്നൊന്നും പറയാനായിട്ടുള്ള യാതൊരു അധികാരവും നമ്മൾ ഇൻഡിവിജ്വലിൽ ഇല്ല. അതൊരു കാര്യം മനസ്സിലാക്കുക ആദ്യത്തെ. രണ്ടാമത്തെ കാര്യം, പണ്ടത്തെ വട്ട് ഇപ്പോഴത്തെ ഡിപ്രഷൻ. ഈ വട്ട് എന്നുള്ളത് എന്താണെന്നെങ്കിലും അറിയാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനുമായിട്ട് ഒരു മാനസിക ആരോഗ്യ ആശുപത്രി സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഏതെങ്കിലും ഒരു സാഹചര്യവശാൽ ജീവിക്കേണ്ട ഒരു അവസരമോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറയില്ലായിരുന്നു. കാരണം ഇത് കാരണം നിരന്തരം ബുദ്ധിമുട്ടുന്ന അനേകം മനുഷ്യർ ഈ ലോകത്ത് തന്നെയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരിക്കലും ഒരു സാഹചര്യം കിട്ടുവാണെങ്കിൽ ഏതെങ്കിലും ഒരു മാനസിക ആരോഗ്യ ആശുപത്രി സന്ദർശിക്കുക, അവിടെയുള്ള ജീവിതങ്ങളെ അടുത്തറിയുക. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് പറയാനായിട്ടും ഇങ്ങനെ ചിരിക്കാനായിട്ടും നിങ്ങൾക്ക് കഴിയില്ലായിരുന്നു. ഇത് നിങ്ങൾ ട്രിഗർ ചെയ്യുന്നത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളുള്ള മനുഷ്യരെയാണെന്ന് ഓർക്കുക. അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ? പണിയൊന്നും ഇല്ലാത്തോണ്ടാ. എപ്പോഴും മനുഷ്യൻ ബിസി ആയിരുന്ന കുറെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. ഇനി ഈ പറയുന്ന ആള് പറയുന്ന ഒരു പൊട്ട സ്റ്റേറ്റ്മെന്റ് ആണ്, എപ്പോഴും മനുഷ്യയായിട്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാമെന്ന്. സ്ത്രീ, നിങ്ങൾ അറിയാനായിട്ട് പറയുകയാണ്, ഈ ഡിപ്രഷൻ ഉള്ള മനുഷ്യരൊക്കെ ഒന്നും ചെയ്യാതെ പണിയൊന്നും എടുക്കാതെ ഇരിക്കുന്ന മനുഷ്യരല്ല. അവർക്ക് വ്യക്തമായിട്ട് പണിയുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ 12-13 മണിക്കൂറുകൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അവർക്കൊരു നോർമൽ ഫാമിലി ലൈഫ് ഉണ്ടായിരിക്കും. പക്ഷെ ഇതിനെല്ലാം ഉപരി അവർക്ക് മെൻ്റൽ ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതൊരിക്കലും ഒരു ജോലി കൊണ്ടോ ഒരു യാത്ര കൊണ്ടോ ഒരു പുസ്തകം വായിച്ചത് കൊണ്ടോ ഒരാളെ കണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് മാറ്റാനുള്ള ഒരു മാജിക് സംഗതികളൊന്നും ഇവിടെ നിറവിലില്ല. അത് നിരന്തരം ചികിത്സയ്ക്കും തെറാപ്പിക്കും ഒക്കെ വിധേയമായിട്ട് മാത്രമേ മാറാൻ പറ്റുള്ളൂ. അതല്ലാതെ പെട്ടെന്നൊരു ദിവസം 24 മണിക്കൂറും ജോലി ചെയ്താലോ അല്ലെങ്കിൽ മുഴുവൻ ടൈം ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആയിട്ടിരുന്നാലോ ഒന്നും മാറാനുള്ളൊരു സാധനമല്ല ഈ പറയുന്ന ഡിപ്രഷൻ. അങ്ങനെയെങ്കിൽ എനിക്കറിയാവുന്നുള്ള 10, 13, 14 മണിക്കൂറുകൾ വർക്ക് ചെയ്യുന്ന നിരവധി എൻ്റെ സുഹൃത്തുക്കൾക്കും എനിക്കും അടക്കം ഈ സാധനം മാറണമായിരുന്നു. കാരണം ഞങ്ങളൊക്കെ ഒരു പണിയെടുക്കുന്നത് ഒരു 12-13 മണിക്കൂറാണ് ദിവസേന. അപ്പം ഫുള്ളി ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരാൾക്കാർക്കും ഈ ഡിപ്രഷനൊക്കെ ഇങ്ങനെ മാറ്റാനുള്ള ഒരു മാജിക്കൽ പവർ ഇതിലുണ്ടെന്ന് എനിക്കിതുവരെ അറിയില്ലായിരുന്നു. 10-23 വർഷമായി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു റിസർച്ച് നടത്തുന്നത് എന്തുകൊണ്ടും ഒരു ഉചിതമായിരിക്കും. അല്ലാതെ നോർമൽ കൈൻഡ് ഓഫ് ഒരു സൈക്കോളജി പെർസ്പെക്റ്റീവിൽ മുഴുവൻ സമയം ഓക്യുപ്പൈഡ് ആയിട്ടിരുന്നാൽ ഒരു ഡിപ്രഷനിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റില്ല. നമ്മൾ കൂടുതൽ നമ്മളെ എക്സേർട്ട് ചെയ്യിപ്പിക്കുന്ന, നമ്മൾ കൂടുതൽ നമ്മളെ സ്ട്രെസ്സിലാക്കുന്ന ഒരു പ്രവണത മാത്രമാണ് അതിൽ കൊണ്ടുവന്ന് ആ സാഹചര്യം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത്. ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരിക്കും, ചില ആൾക്കാർക്ക് അത് വർക്ക്ഔട്ട് ആവാനും സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും കൊടുക്കുന്നത് ഒരു റോങ് ഇൻഫർമേഷൻ ആണ്.
ആധികാരികമായിട്ട് നിങ്ങൾക്ക് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലെങ്കിലും ഈ പറയുന്ന സംഗതികളെക്കുറിച്ച് നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇങ്ങനെ രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് അഫക്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഈ പറയുന്ന റിയൽ ആയിട്ട് ഉള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള നിരവധി മനുഷ്യർ. ടാബ്ലറ്റ് എടുത്ത് ജീവിക്കുന്നവർ, നിരന്തരം തെറാപ്പികൾക്ക് വിധേയമാകുന്നവർ, ജീവിക്കാൻ കഷ്ടപ്പെടുന്നവർ, തൻ്റെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പൊറുതിമുട്ടുന്ന മനുഷ്യർ. ആ മനുഷ്യരെ ട്രിഗർ ചെയ്യുകയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യർക്ക് വേറൊരു മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് താൻ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പറയാനെന്നുള്ള സാഹചര്യമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസ്ഥയോ ഉണ്ടാകണമെന്നില്ല. അവർക്ക് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ അവർക്ക് നേരെ നിങ്ങളടിക്കുന്ന ആണിക്കല്ലാണ് ഈ വീഡിയോ. പലപ്പോഴും എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, നീ പോയി യാത്ര ചെയ്യ്, നീ അത് ചെയ്യ്, ഇത് ചെയ്യ് എന്നുള്ള പറയുന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾ വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ധാരണയുമില്ല ഈ കാര്യത്തിനെക്കുറിച്ച്. നിങ്ങൾക്കൊരു ആധികാരിക വശമോ ഒന്നും നിങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ആ കാര്യത്തിനെക്കുറിച്ച് വളരെ 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 മോശമായിട്ടുള്ള തരം താഴ്ന്ന രീതിയിൽ അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുന്നു എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം തരം താഴ്ന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യം കൂടിയാണ്. എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു മാനസിക ആരോഗ്യ ആശുപത്രി സന്ദർശിക്കുക, ഒരു മനുഷ്യനെ കാണുക.